അപ്പോൾ ഈ 11ാം ദിനം എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത്? യുദ്ധം 11ാം ദിനം എത്തിയപ്പോൾ നിലപാടിൽ അയവ് വരുത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം ഏകദേശം അവസാനിച്ചെന്ന പ്രഖ്യാപനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. യുദ്ധത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ മുന്നേറാൻ കഴിഞ്ഞു എന്ന വിലയിരുത്തലാണ് ഇസ്രയേലും അമേരിക്കയും നടത്തുന്നത്. അതേസമയം ട്രംപിന്റെ വാക്കുകൾ ഇറാൻ തള്ളിക്കളഞ്ഞ് രംഗത്ത് വരുന്നു. ഈ യുദ്ധം തുടങ്ങിയത് അമേരിക്കയാണ്, പക്ഷേ അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച തീരുമാനം ഇറാന്റേതായിരിക്കുമെന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതോടുകൂടി യുദ്ധഭീതി കൂടിയിരിക്കുകയാണ്. ഇറാൻ ആയിരിക്കും ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ ഉടനൊന്നും ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല എന്നതിന്റെ ഒരു സന്ദേശമാണ് ഇരു രാഷ്ട്രങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ഇറാന് ഇപ്പോൾ നാവികസേനയില്ല, ആശയവിനിമയ സംവിധാനങ്ങളില്ല, വ്യോമസേനയുമില്ല. യുദ്ധത്തിന്റെ 11ാം ദിനം ട്രംപിന്റെ പരിഹാസം ഇങ്ങനെയൊക്കെയായിരുന്നു. യുദ്ധവിജയത്തിന്റെ പ്രഖ്യാപനമായിരുന്നു ട്രംപിന്റെ ഈ വാക്കുകൾ. ഏകദേശം 4-5 ആഴ്ചകൾ യുദ്ധം നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിച്ചതെന്ന് ട്രംപ് പറയുന്നു. എന്നാൽ അമേരിക്ക വളരെയേറെ മുന്നിലാണ് ഇപ്പോഴെന്നും ഇത് വേഗത്തിൽ തന്നെ അവസാനിച്ചെന്നുമാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. അതായത് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനുമേൽ നടത്തിയ ആക്രമണം പ്രതീക്ഷിച്ചതിലും വേഗം ലക്ഷ്യം കണ്ടു എന്നതാണ് അമേരിക്ക അവകാശപ്പെടുന്നത്, ട്രംപ് അവകാശപ്പെടുന്നത്. യുദ്ധം ഏകദേശം അവസാനിച്ചെന്ന പ്രഖ്യാപനമാണ് അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയത്. CBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ ഈ അഭിപ്രായ പ്രകടനം. ഇറാന്റെ മിസൈലുകൾ ചിതറിപ്പോയി എന്ന് ട്രംപ് പറയുന്നു. നിർമ്മാണത്തിലുൾപ്പെടെ അവരുടെ ഡ്രോണുകൾ എല്ലായിടത്തും നശിപ്പിക്കപ്പെടുകയാണ്. സൈനികപരമായി അവർക്കിനി ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്നതാണ് ട്രംപ് അവകാശപ്പെട്ടത്. അപ്പോൾ ഒരു ഭാഗത്ത് പരിഹാസവും ഒരു ഭാഗത്ത് വലിയ അവകാശവാദങ്ങളുമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ട്രംപിന്റെ ആ വാക്കുകളൊന്ന് നമുക്ക് കേൾക്കാം. Mr. President, you've said the war is, quote, very complete, but your defense secretary says this is just the beginning. So which is it, and how long should Americans be prepared? Well, I think you could say it both. The beginning, it's the beginning of building a new country. You have to take him out. Does he have a target on his back? You mean the new supreme leader? You mean the son? How can there be an Iran with well, another I don't want to say that, but you know, I was disappointed because we think it's going to lead to just more of the same problem for the country. So I was disappointed to see their choice. You've said you have someone in mind to be the new Iranian leadership, if not the Ayatollah's son. What are you looking for in that person? Are you looking at someone internal, given that you just said that their leadership has been decimated? I like the idea of internal and eternal, come to think of it. But I like the idea of internal because it works well. I mean, I think we've proven that so far. In Venezuela, we have a woman, Delcy, who has been, president of the country, very respected, she's doing a great job. And it's, no disruption. ഇപ്പോൾ ട്രംപിന്റെ സംസാരത്തിൽ എപ്പോഴും വലിയ അവകാശവാദങ്ങളുണ്ട്, ഒപ്പം തന്നെ പരിഹാസങ്ങൾ നിറഞ്ഞിരിക്കും. നമുക്കറിയാം ട്രംപ് പൊതുവെ അങ്ങനെയാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് താനാണ് എന്ന് 60-ലേറെ തവണ അവകാശപ്പെടുന്ന വ്യക്തിയാണ് ട്രംപ്. അപ്പോൾ ഇപ്പോഴും വലിയ അവകാശവാദങ്ങൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് എന്ന് ട്രംപ് പറയുന്നുണ്ട്. അതിലൂടെ കപ്പലുകൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അവർക്ക് ചെയ്യാനുള്ളതെല്ലാം അവർ അവിടെ ചെയ്തു കഴിഞ്ഞു എന്നതാണ് ഇറാനെ ചൂണ്ടിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. അതായത് ഇറാൻ എല്ലാം ചെയ്യുന്നുണ്ട്, അത് ഒന്നും അവിടെ ബാധിക്കുന്നില്ല, കപ്പലുകൾ അവിടെ കടന്നു പോകുന്നു എന്നതാണ്. എന്നാൽ ഇറാന്റെ അവകാശവാദം എന്ന് പറയുന്നത് മറ്റു രാഷ്ട്രങ്ങളുടെ കപ്പലുകൾ അവരവരുടെ റിസ്കിൽ കടന്നു പോകുന്നുണ്ട്, പക്ഷേ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും കപ്പലുകൾ തങ്ങൾ തടയും എന്നതാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ട്രംപ് അത് തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. അവർ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നതാണ് ട്രംപിന്റെ അവകാശവാദം. ഇനിയും കൂടുതൽ നടപടികൾക്ക് ശ്രമിക്കരുത് എന്ന ഒരു വാർണിംഗ് കൂടി ട്രംപ് ഇറാന് നൽകുന്നുണ്ട്. അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ അത് ആ രാജ്യത്തിന്റെ അവസാനം കുറിക്കും എന്നതാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അപ്പോൾ ട്രംപ് പറയുന്നത് ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു, അത് വലിയ ആഘാതം ഇറാൻ ഉണ്ടാക്കി, ഇറാൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അവരുടെ സേനകളെല്ലാം നിർവീര്യമായി, അവരുടെ സേനകളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു, അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന വലിയ അവകാശവാദം ഉന്നയിക്കുന്നു. ഇനി എന്തെങ്കിലും ചെയ്യാൻ തുനിഞ്ഞാൽ അവർ ബാക്കി ഉണ്ടാകില്ല എന്നൊരു ഭീഷണിയും ട്രംപിന്റെ ഭാഗത്തു നിന്നും വരുന്നു. പക്ഷേ ഈ യുദ്ധം ഏതാണ്ട് അവസാനിച്ചു എന്ന ട്രംപിന്റെ ഈ അവകാശവാദം വന്ന ഉടൻ തന്നെ
ഇറാന്റെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടാവുകയാണ്. ട്രംപിനെ വെല്ലുവിളിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്തിരിക്കുന്നത്. മധ്യപൂർവ്വദേശത്തെ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ പാടെ തള്ളിക്കൊണ്ടാണ് ഇറാൻ രംഗത്ത് വന്നത്. ഈ യുദ്ധം തുടങ്ങിയത് അമേരിക്കയായിരിക്കും, പക്ഷേ അവസാനിപ്പിക്കുന്നത് അത് തങ്ങളുടെ തീരുമാനമായിരിക്കും എന്നതാണ് ഇറാൻ തുറന്നടിച്ചിരിക്കുന്നത്. ഇറാൻ സൈന്യത്തിൻ്റെതായിരുന്നു അമേരിക്കയ്ക്കുള്ള ഈ മറുപടി. അമേരിക്കൻ സൈനികർക്കൊന്നും ചെയ്യാനായിട്ടില്ല എന്നും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഒരാൾക്ക് മാത്രമായി സുരക്ഷയെന്ന് ധരിക്കേണ്ടുന്ന ഒരു സാഹചര്യമില്ല. ഒന്നുകിൽ എല്ലാവരും സുരക്ഷിതരായി ഈ ലോകത്തുണ്ടാകും, അല്ലെങ്കിൽ ആരും സുരക്ഷിതരല്ല എന്നതാണ് ഇറാന്റെ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞത്. ഇറാന്റെ മിസൈൽ ശേഖരവും സൈനിക ശക്തിയും തകർത്തുവെന്ന് ട്രംപ് പറഞ്ഞത് അസംബന്ധമാണ് എന്നതാണ് ഇറാന്റെ സൈന്യം അവകാശപ്പെടുന്നത്. ഇറാൻ ഇപ്പോഴും സുശക്തമാണ് ഇക്കാര്യങ്ങളിലെന്ന് സൈനിക വക്താവ് വ്യക്തമാക്കി. മധ്യപൂർവ്വദേശത്തിന്റെ ഭാവിയും സമാധാനവും പൂർണ്ണമായും ഇറാൻ സൈന്യത്തിന്റെ പക്കലാണ്. അമേരിക്കയ്ക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നും ഇറാൻ സൈന്യം വ്യക്തമാക്കിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇനിയും സർപ്രൈസുകൾ വരാനിരിക്കുന്നുവെന്ന മുന്നറിയിപ്പ് കൂടി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അത് വിദേശകാര്യ മന്ത്രി തന്നെയാണ് അത്തരമൊരു സൂചന നൽകുന്നത്. വിദേശകാര്യ മന്ത്രി പറയുന്നത് ഇനിയും ഇറാന്റെ ഭാഗത്തു നിന്ന് സസ്പെൻസുകൾ വരാനിരിക്കുന്നു എന്നതാണ് അറാഗ്ചി വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ എപ്പിക് മിസ്റ്റേക്കിന് 10 ദിവസമായെന്നും ഇന്ധനവില റോക്കറ്റ് പോലെ കുതിച്ചു വരികയാണെന്നും അമേരിക്കയുടെ ലക്ഷ്യമെന്തെന്ന് വ്യക്തമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അറാഗ്ചി പറയുന്നു. ഈ യുദ്ധത്തിന് ഇറാൻ സുസജ്ജമാണെന്നും ഒരു പിഴവുമില്ല എന്നും സർപ്രൈസുകൾ ഇനി വരാനിരിക്കുന്നുവെന്നുമാണ് അറാഗ്ചി നൽകിയ മുന്നറിയിപ്പ്. ഇറാന്റെ ആക്രമണത്തിൽ ബഹ്റൈനിലെ മനാമയിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയുണ്ട്. ഇപ്പോഴും ഗൾഫ് മേഖലയിലേക്ക്, അതായത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉള്ള രാഷ്ട്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് തിരിച്ചടി ഇറാൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മനാമയിലെ ജനവാസ മേഖലയിലുണ്ടായ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരമുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള വിവരവും വരുന്നു. ആഭ്യന്തര മന്ത്രാലയം തന്നെ അക്കാര്യങ്ങൾ അറിയിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇറാൻ ഇനിയും ആക്രമണങ്ങൾക്ക് തുനിഞ്ഞാൽ രാജ്യം പോലും ശേഷിക്കില്ലെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഇറാൻ ഇപ്പോൾ ഒട്ടും പിന്നോട്ടില്ല എന്ന സൂചന നൽകുന്നത്. വലിയ ഇനിയും സർപ്രൈസുകൾ ഉണ്ടാകാനിരിക്കുന്നതേയുള്ളൂ എന്നൊരു ഭീഷണി കൂടി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും തുടരുന്നത്. യുദ്ധം ഏകദേശം പൂർത്തിയായെന്ന് പറഞ്ഞ ട്രംപ് ഇതിന് പിന്നാലെ നിലപാട് മാറ്റുന്നതും ലോകം കണ്ട ദിവസമാണ്. റിപ്പബ്ലിക്കൻ മെമ്പേഴ്സ് ഇഷ്യൂസ് കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യവെയാണ് സംഘർഷം അവസാനിച്ചിട്ടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ട്രംപ് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചത്. പല കാര്യങ്ങളിലും ഇതിനകം വിജയിച്ചു കഴിഞ്ഞു എന്ന് ട്രംപ് പറയുന്നു. പക്ഷേ നമ്മുടെ വിജയം പൂർണ്ണമായിട്ടില്ല എന്നും ട്രംപ് സൂചിപ്പിക്കുകയാണ്. ഇറാന്റെ സമ്പൂർണ്ണ പരാജയം ഉറപ്പാക്കും വരെ യുദ്ധം തുടരുമെന്നും പിന്നീട് ട്രംപ് കൂട്ടിച്ചേർത്തു. അതായത് ചില പരീക്ഷണങ്ങൾ എന്ന നിലയിൽ ട്രംപ് ചില പ്രസ്താവനകൾ നടത്തുകയാണ്. അതിന് ശക്തമായി എതിർത്തുകൊണ്ട് ഇറാൻ രംഗത്ത് വരുന്നു. വലിയ ഭീഷണി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ട്രംപും നിലപാട് മാറ്റുകയാണ്. ഇറാന്റെ ഊർജ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണ പരമ്പരയെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭീഷണികൾ ഇതുപോലെ ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് ടെഹ്റാനിലെയും അയൽ സംസ്ഥാനമായ അൽബോർസിലെയും 5 എണ്ണ സംഭരണശാലകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. ഇതിനെ തുടർന്നുണ്ടായ വൻ തീപിടുത്തം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം. വലിയ തീപിടുത്തവും പുകയും ഒക്കെയാണ് ടെഹ്റാനിൽ ഉണ്ടായത്. അവിടെ എണ്ണ മഴ പെയ്യിക്കുന്ന രീതിയിലാണ് ആ ആക്രമണങ്ങൾ മാറിയത്. അതൊക്കെ ദിവസങ്ങളോളം ദൃശ്യമായിരുന്നു, ആ എണ്ണയും പുകയും ഒക്കെ. അപ്പോൾ വലിയ ആഘാതം ഇതൊക്കെ ഇറാന് ഉണ്ടാക്കിയിരുന്നു. ആക്രമണത്തെ തുടർന്ന് ടെഹ്റാൻ പ്രവിശ്യയിലെ ഇന്ധന വിതരണം താൽക്കാലികമായി തടസ്സപ്പെട്ടെങ്കിലും അത് സാധാരണ നിലയിലാകും ഉടൻ തന്നെ എന്ന പ്രതീക്ഷയൊക്കെ അധികൃതർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് വലിയ രീതിയിൽ വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. അതേസമയം ഈ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാനിൽ ആക്രമണം ഉണ്ടായപ്പോൾ ഇതിന് തിരിച്ചടിയായി ബഹ്റൈനിലെ ബാബ്കോ എണ്ണ ശുദ്ധീകരണശാലയിൽ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. അവിടെ തീപിടുത്തമുണ്ടായതിന്റെ ചിത്രങ്ങൾ റോയിറ്റേഴ്സ് ഉൾപ്പെടെ പുറത്തുവിട്ടതാണ്. അപ്പോൾ ജലശുദ്ധീകരണശാല ഇറാനിൽ ലക്ഷ്യമിടുമ്പോൾ ഇറാൻ ഗൾഫ് മേഖലയിലെ ജലശുദ്ധീകരണശാലകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തുകയാണ്. എണ്ണ ശുദ്ധീകരണശാലകൾ ലക്ഷ്യമിടുമ്പോൾ ഇറാൻ ഗൾഫ് രാഷ്ട്രങ്ങളുടെ എണ്ണ ശുദ്ധീകരണശാല ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തുകയാണ്. അപ്പോൾ ഇതിൽ അടിയും തിരിച്ചടിയും ഒരുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഇപ്പോഴും ഇറാൻ മുന്നോട്ട് വെക്കുന്നത്.
ഞങ്ങൾ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഇറാൻ പറയുന്നു. അതായത് പിന്നോട്ടില്ല ഇറാൻ എന്ന സൂചന തന്നെയാണ് ഇറാൻ നൽകുന്നത്. നമുക്കറിയാം, പുതിയ സുപ്രീം ലീഡർ അവിടെ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. പാശ്ചാത്യ വിരുദ്ധതയിൽ ഏറ്റവും പ്രസിദ്ധനാണ് ഇറാനിൽ പുതിയ മേധാവി. അപ്പോൾ കൂടുതൽ ശക്തമായി ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിന് ഇറാൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. എന്തായാലും മേഖലയിലെ നിലവിലെ സാഹചര്യം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ സമാധാനത്തിനായുള്ള ആഹ്വാനങ്ങൾ നടത്തി വരികയാണ്. അപ്പോഴാണ് ഈ ഏറ്റുമുട്ടലുകൾ തുടരുന്നത്. ഇസ്രയേലും ഇതിനോടകം പറഞ്ഞിരിക്കുന്നത് അവരുടെ പ്രതീക്ഷിച്ചതിലും വേഗം ലക്ഷ്യങ്ങൾ നേടിക്കഴിഞ്ഞു എന്നതാണ്. പക്ഷേ ലക്ഷ്യം കണ്ടു, യുദ്ധം അവസാനിച്ചു എന്ന സൂചനകൾ അമേരിക്കയും ഇസ്രയേലും നൽകുമ്പോൾ ദീർഘകാല യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഇറാനെയാണ് ഇപ്പോൾ ലോകം കാണുന്നത്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു ഏറ്റുമുട്ടലിന് രാജ്യം സജ്ജമാണെന്ന് ഇറാനിയൻ അധികൃതർ സന്ദേശങ്ങൾ നൽകുന്നു. തങ്ങളുടെ പക്കൽ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ, ആക്രമണ കപ്പലുകൾ എന്നിവയുടെ വൻ ശേഖരമുണ്ടെന്നും കുറഞ്ഞത് 6 മാസമെങ്കിലും അതിശക്തമായ പോരാട്ടം നടത്താൻ തങ്ങൾക്ക് കഴിയുമെന്നുമാണ് IRGC വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ഇറാൻ ഉടൻ തന്നെ പുതിയ യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുമെന്നും കൂടുതൽ ദൂരപരിധിയുള്ള അത്യാധുനിക മിസൈലുകൾ വിന്യസിക്കുമെന്നും കൂട്ടിച്ചേർക്കുമ്പോൾ ഈ യുദ്ധം നീളുമോ എന്ന ആശങ്ക കൂടുതൽ ശക്തമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.